UDFിൻ്റെ അത്യുജ്വല വിജയത്തിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്വാദിഖ് പി.കെ. കുഞ്ഞാലിക്കുട്ടി, ആബിദ് ഹുസൈൻ എം.എൽ.എ ഉൾപ്പെടെ നമ്മുടെ ചേരുകയാണ്. അത് തങ്ങളുടെ വലിയ ഒരു വിജയമാണ്. ഒരുപക്ഷെ UDFും പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു വിജയം. അതെ, ജനങ്ങളുടെ വിജയമാണിത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതവർ ധൈര്യപൂർവ്വം പ്രകടിപ്പിക്കുവാൻ തയ്യാറായി. കേരളത്തിലൊരു മാറ്റം അനിവാര്യമാണ് എന്ന് കേരളത്തിലെ എല്ലാവരും, വിദ്യാർത്ഥികളും യുവാക്കളും സ്ത്രീകളും പുരുഷന്മാരും വയോധികന്മാരും ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അവരൊക്കെ തന്നെ ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് അവർക്കൊക്കെ എതിർപ്പായിരുന്നു. ആ എതിർപ്പാണ് ഇപ്പം മറനീക്കി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് തന്നെയാണ് UDF പറഞ്ഞത്. UDF ജനങ്ങളുടെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് അതാണ് UDF പറഞ്ഞത്. അതല്ലാതെ UDF ഒന്നും ഉണ്ടാക്കി പറഞ്ഞതല്ല. അത് ശരിയായിരുന്നു എന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വിധി തെളിയിച്ചിരിക്കുകയാണ്. ഇത്തരമൊരു UDFിനൊരു കൊടുങ്കാറ്റ് പോലെ UDF ഇങ്ങനെ ഒരു തരംഗമാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽക്ക് തന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങിയത്. കാരണം UDF ഇലക്ഷൻ പ്രഖ്യാപനത്തിൻ്റെയും വളരെ മുമ്പ് തന്നെ ഞങ്ങൾ പാർട്ടി തലത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. UDF, മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് കക്ഷികളെല്ലാം മുന്നൊരുക്കം നടത്തിയിരുന്നു. അത് വാർഡ് തലങ്ങളിൽ, മണ്ഡലം തലങ്ങളിൽ, ജില്ലാ തലങ്ങളിലൊക്കെ നടത്തി. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഒരു വലിയ മാറ്റം ഇവിടെ ഉണ്ടാകും, ഒരു തരംഗം ഇവിടെ ആഞ്ഞടിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സ് പറഞ്ഞിരുന്നു. പക്ഷേ അത് അങ്ങനെ വിശ്വസനീയമായിരുന്നില്ല, തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ ഇവിടെ ആ തരംഗം ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇടതുപക്ഷ വിരുദ്ധ തരംഗം അലയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. 2026 UDFിൻ്റെ വഴി ഒന്നുകൂടി എളുപ്പമായി എന്നുള്ളത്. 2026 ഇനി UDFിന് അനുകൂലമായ റിസൾട്ടേ ഉണ്ടാവുള്ളൂ. അല്ലാത്ത റിസൾട്ട് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഈ വാർഡ് വിഭജനത്തിന് ഈ റിസൾട്ടാണെങ്കിൽ അസംബ്ലിയിൽ ഇതിനേക്കാൾ വലിയ പാർലമെൻറ്റിലെ അതേ റിസൾട്ടായിരിക്കും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ UDFിനുണ്ടായ ആ വിജയമായിരിക്കും അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDFിനുണ്ടാകാൻ പോകുന്നത്. വളരെ കംഫർട്ടബിളായിട്ടുള്ള മെജോറിറ്റിയോട് കൂടി UDF അധികാരത്തിൽ വരും എന്നുള്ളത് തീർച്ചയാണ്. നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് കഴിയും. തീർച്ചയായിട്ടും നല്ലൊരു മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ടാക്കി ആ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അതുപോലെ ജനങ്ങളുടെ വൈവിധ്യമാർന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിന് റിസോഴ്സസ് ഇല്ല, ഫണ്ടില്ല, ഉണ്ടാക്കണം. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഞങ്ങൾക്ക് കഴിയുമെന്ന കോൺഫിഡൻസ് ഉണ്ട്. അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഒരുപാട് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നു, ഒരുപാട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒക്കെ തന്നെ നൽകിയിരുന്നു. ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളൊരു പ്രചാരം പോലെ ഒരു ഘട്ടത്തിൽ LDF നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത്. അതിനൊരു ഇമ്പാക്റ്റും ഇല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. 10 കൊല്ലം കൊടുക്കാത്തവർ പോകാൻ നേരത്തെ പ്രഖ്യാപിച്ച് ആരെങ്കിലും വിശ്വസിക്കുമോ? അത് വളരെ അർത്ഥമുള്ളൊരു ചോദ്യമല്ലേ. 10 കൊല്ലം കൊടുത്തില്ല, പക്ഷേ 10 കൊല്ലം കഴിഞ്ഞ് ഇറങ്ങിപ്പോകാൻ നേരത്ത് വേറൊരു പ്രഖ്യാപനം നടത്തുന്നു. അത് ജനം വിശ്വസിക്കുമോ? ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കും. ഞങ്ങൾ പണ്ട് പറഞ്ഞതൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവർ പറഞ്ഞാൽ നടപ്പിലാക്കില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല, ഇങ്ങോട്ടുണ്ടാവില്ല. എല്ലാ കാലത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം എന്ന് പറയുന്നത് UDF ഗുണമുണ്ടാക്കുകയാണെങ്കിൽ പോലും ഒരുപക്ഷെ ഒപ്പത്തിനൊപ്പം പോലും പലപ്പോഴും എത്താൻ UDF പ്രയാസപ്പെടാറുണ്ട് പഞ്ചായത്ത് തലങ്ങൾ. പക്ഷേ ഇപ്പോൾ ആ ചിത്രമടക്കം മാറുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു വ്യതിയാനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നു എന്നാണോ? അത് കേരളത്തിലെ രാഷ്ട്രീയം മാറുക തന്നെയാണ്. കാരണം വെച്ചാൽ UDFിന് വൻ വേരോട്ടം ശക്തി. ഇനി UDFിൻ്റെ ഒരു ടൈമാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. അതാണ് ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു റിസൾട്ട് UDFിന് അടുത്ത അസംബ്ലിയിലുണ്ടാവും. UDFിൻ്റെ സമയമാണ് വരാൻ പോകുന്നത്. ബിയോണ്ട് ഡൗട്ട് തെളിയിക്കുന്ന ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇങ്ങനത്തെ റിസൾട്ട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതാണ് അത് കാണിക്കുന്നത്. അതേസമയം തന്നെ ഈ BJP ഒരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് ഒരു ആശങ്ക ഉയർത്തുന്ന കാര്യമില്ല. കാരണം തിരുവനന്തപുരം നഗരസഭയിലാണെങ്കിൽ കോർപ്പറേഷനിലടക്കം UDF NDA ഭരണം പിടിക്കാവുന്ന രീതിയിലേക്കുള്ള ഒറ്റക്കക്ഷിയെ മാറിക്കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞാൽ വലിയ മുന്നേറ്റം കേരളത്തിലില്ലല്ലോ. കാരണം കേരളത്തിൽ BJPക്ക് കുറച്ച് സീറ്റ് തിരുവനന്തപുരത്ത് പണ്ടും ഉണ്ടായിരുന്നു. ഏതാനും ചില പഞ്ചായത്തിൽ കുറച്ച് റിസൾട്ടൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അല്ലാതെ പറയത്തക്ക ഒരു മെജോറിറ്റി ഇല്ലല്ലോ. അപ്പോൾ തൃശ്ശൂരൊക്കെ കണ്ടില്ലേ, ഉണ്ടായ വിജയം കൂടി പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് BJPക്ക് അങ്ങനെ ഒരു വളർച്ച കേരളത്തിലില്ല. കേരളം ഒരു മതേതര മണ്ണാണ്. ഇവിടെ BJP അങ്ങനെ വളരൂല. അത് ഇവിടെ വളരുന്ന ഒന്നല്ല. പിന്നെ ഓരോ സാഹചര്യത്തിൽ കുറച്ച് വോട്ടൊക്കെ അവർക്ക് കിട്ടും എന്നല്ലാതെ പറയത്തക്ക ഒരു വളർച്ച ഇല്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. കൂടുതൽ മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്രമിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF തുടർച്ചയായി ശ്രമിച്ചിരുന്നു. പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടി ബന്ധം ഉപയോഗിച്ചുകൊണ്ട്. അത് വെൽഫെയർ മുസ്ലിം ലീഗ് ബന്ധം ഒരു തീവ്രവാദ സഖ്യം, തീവ്ര ആശയങ്ങളുടെ സഖ്യമാണെന്നടക്കം സംസ്ഥാന സെക്രട്ടറി അടക്കം വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തോടെ അത് റദ്ദ് ചെയ്യപ്പെടുകയാണ്. അത് വിജയിക്കൂല, ആ പ്രചരണം വിജയിക്കൂല. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിൽ
SDPI ആയിട്ട് നേരിട്ടുള്ള മത്സരത്തിൽ ഞങ്ങൾ വിജയിക്കുകയാണ് അവിടെ. ഇവിടെ ന്യൂനപക്ഷ വർഗീയതയെ ഫലപ്രദമായി തടുത്തു നിർത്തിയ ചരിത്രം ഉള്ള പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് കേരളത്തിൽ പാണക്കാട് തങ്ങന്മാർ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വർഗീയത പറഞ്ഞാൽ യേശൂല. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. ആ ട്രാക്ക് റെക്കോർഡ് ഉള്ളത്തോളം കാലം ഇതൊക്കെ പിന്നെ വെറും പോയ വെടിയാണ്. അതാണ് യശാതെ പോയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ വെൽഫെയർ പാർട്ടിയുമായുള്ള നീക്കുപോക്കുകൾ പ്രാദേശിക തലത്തിലുണ്ടാവും. അല്ല, എന്തിനാ അത് ഇപ്പം ആ പ്രചരണം കൊണ്ടൊരു ഗുണവും ചെയ്യാതെ മനസ്സിലായില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അത് ഏറ്റെടുക്കണം. അല്ല, നിയമസഭയിലേക്ക് ഒരുങ്ങോ? ഉടൻ നിയമസഭയിലേക്കുള്ള ഒരുക്കം? നിയമസഭയിലേക്ക് പോകുന്നതാണ്, സമയമില്ലല്ലോ. എന്തായാലും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുള്ള ഒരുക്കത്തിലേക്ക് കടന്നു. ഒരു ആശങ്കയും ഇല്ലാത്ത വിധമുള്ള ചരിത്രപരമായ വിധി UDF ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് ഇന്നിപ്പോൾ പാണക്കാട് തറവാട് എന്ന് പറയേണ്ടി വരും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുപ്പൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.